നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാൽപ്പാറ വാഹനാപകടവുമായി RTOയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് RTOയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നതെന്ന് നോക്കാം. 9 പേരുടെ മരണത്തിനിടയാക്കിയ വാൽപ്പാറ വാഹനാപകടത്തിന് കാരണം ഡ്രൈവറുടെ പരിചയക്കുറവും പ്രായക്കുറവുമെന്നാണ് RTOയുടെ റിപ്പോർട്ട്. അമിത ബ്രേക്ക് ഉപയോഗവും അപകടത്തിലേക്ക് നയിച്ചു. മോശം കാലാവസ്ഥയോ കാഴ്ചക്കുറവോ ഉണ്ടായിരുന്നില്ല. വാഹനത്തിന് തകരാറുകളും പരിശോധനയിൽ കണ്ടെത്തിയില്ല എന്നും പൊള്ളാച്ചി RTO സെഞ്ചഴിയൻ വ്യക്തമാക്കി. നമുക്കറിയാവുന്ന പോലെ തന്നെ ചുരം റോഡിൽ 13ാം ഹെയർപിൻ വളവിൽ നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് വാൻ 300 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. മലപ്പുറം വളാഞ്ചേരി പാങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരിയും ഒരു കുട്ടിയുമാണ് മരിച്ചത്. മലപ്പുറം പുലാമന്തോൾ സ്വദേശിയും പാങ് GLP സ്കൂളിലെ പ്രധാന അധ്യാപികയുമായ അജിത, പാങ് സ്വദേശികളായ അധ്യാപകരായ റംല, സുഹറ, ആശ, അധ്യാപകനായ അബ്ദുൾ മജീദിന്റെ ഭാര്യ റുഗിയ, സ്കൂളിലെ പാചക തൊഴിലാളി സാജിദ, അതുപോലെ തന്നെ പാങ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്ന് സമീപത്തെ പാങ് GUP സ്കൂളിലേക്ക് അടുത്തിടെ മാറിയ അധ്യാപിക ഷക്കീന എന്നിവരാണ് സംഭവ സ്ഥലത്ത് മരിച്ചത്. അപകടത്തിൽ മരിച്ച അധ്യാപിക സുഹറയുടെ മകൻ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഹിഷാം 12 വയസ്സുകാരനാണ്. പൊള്ളാച്ചി ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് പിന്നീടാണ് മരിച്ചത്. വേദനയോടെയാണ് പാങ് ആയിരിക്കുന്നത്. ചിത്രങ്ങളൊക്കെ നൊമ്പരമാകുന്നു. വളരെ ഈ ഒരു പാങ് ഗ്രാമത്തിന് ആ ഒരു ആഘാതം വിട്ടുമാറിയിട്ടില്ല ഇതുവരെ. ഒരു സ്കൂളിലെ സഹപ്രവർത്തകർ ഒന്നിച്ച് നടത്തിയ വിനോദയാത്ര ദുരന്തത്തിൽ കലാശിക്കുകയായിരുന്നു. ഇതിൻ്റെ വലിയൊരു ആഘാതത്തിലാണ് പാങ് പാറമൽ ഗ്രാമവും സ്കൂളും സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും. യാത്രയ്ക്കിടെ അധ്യാപകരെടുത്ത ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അത് വളരെ ഒരു വിങ്ങലായി മാറുന്നുണ്ട്. ഗ്രൂപ്പുകൾ, അതായത് അവർ യാത്രയ്ക്കിടെ വിനോദയാത്രയായിരുന്നു, അതിനിടെ അവരെടുത്ത ചിത്രങ്ങൾ സ്കൂൾ ഗ്രൂപ്പുകളിൽ പങ്കുവച്ചിരുന്നു. ഈ ചിത്രങ്ങൾ പാങ്ങിലെ നാട്ടുകാർക്കൊപ്പം കേരളത്തെ ആകെ നൊമ്പരപ്പെടുത്തുകയാണ്. തേയിലത്തോട്ടങ്ങളോടെയുള്ള വെള്ളച്ചാട്ടങ്ങൾക്കിടയിലൂടെയും ഒക്കെ അവർ നടന്നതും സഞ്ചരിച്ചതും ആസ്വദിച്ചതും ഒക്കെ വാട്സാപ്പ് സ്റ്റാറ്റസുകളായിട്ടും മാത്രമല്ല ഗ്രൂപ്പുകളിലുമൊക്കെ അവർ പങ്കുവച്ചിരുന്നു. കൊടും വളവിലാണ് ഈ വലിയ അപകടം ഉണ്ടായത്. 60 കിലോമീറ്ററോളം നീളുന്ന മലക്കപ്പാറ വാൽപ്പാറ പാത അതീവ അപകടം നിറഞ്ഞതാണ്. 40 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരത്തിൽ നേരിയ അശ്രദ്ധ ഉണ്ടായാൽ പോലും വലിയ ദുരന്തത്തിലേക്ക് നയിക്കപ്പെടും. വലിയ വാഹനങ്ങൾക്ക് തിരിക്കാൻ പ്രയാസമുള്ള വളവുകളുണ്ട്. അഗാധമായ താഴ്ചയുണ്ട്. ആനമല ടൈഗർ റിസർവിന്റെ ഭാഗമായ ഈ പാതയെ അത്രത്തോളം ഭയാനകമാക്കുന്നത് ഈ ഘടകങ്ങളാണ്. ലോറി, ബസ് പോലുള്ള വലിയ വാഹനങ്ങൾക്ക് ഒരു തവണ കൊണ്ട് തിരിക്കാൻ പ്രയാസമുള്ള ഒട്ടേറെ വളവുകൾ ഈ പാതയിലുണ്ട്. രാത്രികാലങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യവും ഇവിടെയുണ്ട്. ജനവാസമില്ലാത്ത ഈ വനമേഖലയിൽ അപകടം നടന്നാൽ പെട്ടെന്ന് സഹായം എത്തിക്കുക എന്നതും വലിയൊരു ബുദ്ധിമുട്ടായുള്ള കാര്യമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസമൊക്കെ ഈ വാഹനം ഓടിച്ചത് ആരാണ് എന്ന കാര്യത്തിലൊരു വ്യക്തത കുറവുണ്ടായിരുന്നു. അത് തെളിയിക്കാനുള്ള ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടായി. ഗതാഗത വകുപ്പും പോലീസും ഒക്കെ അതിനുള്ള ശ്രമത്തിലാണ്. അപകടം നടക്കുന്ന സമയം വാഹനം ഓടിച്ചിരുന്നത് ടെമ്പോ ട്രാവലർ ഡ്രൈവർ അല്ല എന്ന സ്ഥിരീകരിക്കാത്ത വിവരം കിട്ടിയിരുന്നു. മറിച്ച് ഈ സ്കൂളിന്റെ ബസ് ഡ്രൈവറും ഈ വാഹനത്തിലുണ്ടായിരുന്നു. അദ്ദേഹമാണോ വണ്ടി ഓടിച്ചിരുന്നത്, അതോ ടെമ്പോ ട്രാവലർ ഡ്രൈവറാണോ വാഹനം ഓടിച്ചിരുന്നത് എന്നതടക്കമുള്ള ഒരു ആശയക്കുഴപ്പമൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു കാര്യവും കൂടി അന്വേഷിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ RTOയുടെ റിപ്പോർട്ട് ഡ്രൈവറുടെ പരിചയക്കുറവാണ് ഇത്തരത്തിൽ ഒരു വലിയ അപകടത്തിലേക്ക് നയിക്കപ്പെട്ടതെന്ന്, അതായത് ഒഴിവാക്കാമായിരുന്ന അപകടം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പരിചയസമ്പന്നനായ ഒരു ഡ്രൈവറെ ഈ ഒരു യാത്രയ്ക്ക് തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ ഈ ഒരു വലിയ അപകടം ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ RTOയുടെ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ അത്തരത്തിലുള്ള നിഗമനത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. യാത്രാ സംഘത്തിലുണ്ടായിരുന്ന സ്കൂൾ വാൻ ഡ്രൈവറായ നൌഷാദാണ് അപകട സമയത്ത് വാഹനം ഓടിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിവരം. എന്തായാലും അത് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് നൌഷാദിനെ മൊഴിയെടുത്ത ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുന്നത്. തമിഴ്നാട്, കേരള മോട്ടോർ വാഹന വകുപ്പുകൾ സംയുക്തമായി പരിശോധന നടത്തിയിരുന്നു. 16ാം വളവിൽ സെൽഫി എടുക്കാൻ വാഹനം നിർത്തിയ ശേഷം ടെമ്പോ ട്രാവലർ ഡ്രൈവർ മുഹമ്മദ് ഫാഹിസിന് പകരം നൌഷാദാണ് വാഹനം ഓടിച്ചതെന്നാണ് കണ്ടെത്തിയത്. ദൃക്സാക്ഷികളിൽ നിന്നും രക്ഷാപ്രവർത്തനം നടത്തിയവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനത്തിൽ എത്തിയത്. നൌഷാദ് മുഹമ്മദ് ഫാഹിസും കോയമ്പത്തൂർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. 13ാം വളവിൽ വാൻ വലതുവശം ചേർന്നാണ് പോയതെന്നും നിയന്ത്രണം വിട്ട് സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചതായും കോയമ്പത്തൂർ RTOയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. താഴേക്ക് പതിക്കുന്നതിനിടെ പാറക്കെട്ടിലാണ് വാഹനം ഇടിച്ചത്. ഈ സമയം വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണവരാണ് രക്ഷപ്പെട്ടത്. വാനിന്റെ ബ്രേക്കിന് തകരാർ സംഭവിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്നാണ് കോയമ്പത്തൂർ മെഡിക്കൽ സംഘം വ്യക്തമാക്കുന്നത്.
എന്തായാലും മൊഴിയൊക്കെ എടുത്ത ശേഷം മാത്രമേ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ശനിയാഴ്ച തമിഴ്നാട്, കേരള മോട്ടോർ വാഹന വകുപ്പുകൾ പരിശോധന നടത്തിയിരുന്നു. എന്തായാലും ആരാണ് വാഹനം ഓടിച്ചതെന്നതിലൊരു ഒരു ആശയക്കുഴപ്പം നിലവിലുണ്ട്. അതിലൊരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ നില ഭേദപ്പെട്ടു വരുന്നുണ്ട് എന്ന ആശ്വാസ വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ ഈ അപകടത്തിലൂടെ ഒരുപാട് അധ്യാപകർ നഷ്ടമായി. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഒരു ഭാവി കൂടി ആശയക്കുഴപ്പത്തിലാണ്. എന്തായാലും വിദ്യാർത്ഥികളുടെ അധ്യയനം മുടങ്ങില്ലെന്ന ഉറപ്പ് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ആവശ്യമായ അധ്യാപകരെ അടിയന്തരമായി താൽക്കാലികമായി നിയമിക്കും. ഇതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ മലപ്പുറം DEO സുനിതയെയും പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ സന്തോഷിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാലയത്തിലെ കുട്ടികൾക്കായി കൗൺസിലിംഗ് സംവിധാനം ഏർപ്പെടുത്തും. ആരോഗ്യ വകുപ്പുമായി ചേർന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് ജില്ലാ ഓഫീസർ ഗോപകുമാറിന്റെ മേൽനോട്ടത്തിൽ സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പ് കൗൺസിലിംഗ് പ്രവർത്തനം തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. വേനൽ അവധിക്കാലമാണെങ്കിലും സ്കൂളിന്റെ പ്രവർത്തനം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പ്രധാന അധ്യാപകൻ അഹമ്മദ് കുട്ടിക്ക് GLPSന്റെ താൽക്കാലിക ചുമതല കൂടി നൽകിയെന്ന് മന്ത്രി അറിയിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 4:56ഓടെയാണ് പാങ്ങിൽ നിന്ന് 14-അംഗ സംഘം യാത്ര തിരിച്ചത്. അതിരപ്പള്ളി സന്ദർശിച്ച ശേഷം മലക്കപ്പാറ, വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്നതിനിടെയാണ് ഇവർ സഞ്ചരിച്ച ട്രാവലർ അപകടത്തിൽപ്പെട്ടത്. സ്കൂളിലെ 5 സ്ഥിരം അധ്യാപകരും കുടുംബാംഗങ്ങളും സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദും സംഘത്തിലുണ്ടായിരുന്നു. സ്കൂളിലെ എല്ലാ വിനോദയാത്രകളും സജീവമായി പങ്കെടുക്കാറുള്ള 2-3 പേര് ഈ യാത്രയിൽ നിന്ന് ഒഴിവായിരുന്നു. അവരുടെ അനുഭവമൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. എന്തുകൊണ്ട് അവർ യാത്രയിൽ പങ്കെടുത്തില്ല എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ. മാത്രമല്ല, ഈ അപകട വാർത്ത അറിഞ്ഞതിൻ്റെ നടുക്കം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും പങ്കുവച്ചിരുന്നു. എന്തായാലും സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായിരുന്നു. മാത്രമല്ല, മരണപ്പെട്ടവരെ അവസാനമായി കണ്ട ദൃക്സാക്ഷികളും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പ്രത്യേകിച്ച് വാൽപ്പാറ ചുരം റോഡ് 9 പേരുടെ മരണം മുന്നിൽ കണ്ടതിന്റെ വിങ്ങലിലാണ് ബേപ്പൂർ ചാലിയത്തെ മത്സ്യത്തൊഴിലാളികളായ ഹാരിസും അർഷാദും. വെള്ളിയാഴ്ച അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ട് 2 പേരും മലക്കപ്പാറ വഴി വാൽപ്പാറയിലൂടെ പൊള്ളാച്ചിക്ക് പോവുകയായിരുന്നു. 16-ാം വളവിൽ വെച്ച് അപകടത്തിൽപ്പെട്ടവരെ കണ്ടിരുന്നതായി ഹാരിസ് വെളിപ്പെടുത്തി. അവിടെ വ്യൂ പോയിന്റിൽ അവർ സെൽഫി എടുക്കുകയായിരുന്നുവെന്നും 14-ാം വളവിൽ എത്തിയപ്പോൾ താഴെ നിന്ന് വലിയൊരു ശബ്ദം കേട്ടുവെന്നും പെട്ടെന്ന് താഴെ എത്തിയപ്പോൾ ദുരന്തമുഖത്ത് വന്ന പോലെയായിരുന്നു. വണ്ടിയിലെ യാത്രക്കാരെല്ലാം റോഡിൽ ചിതറിക്കിടക്കുകയായിരുന്നു. 13-ാം വളവിൽ നിന്ന് മറിഞ്ഞ വണ്ടി 9-ാം വളവിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ അടക്കം പറഞ്ഞത്. വളരെ ഭയാനകമായ ഒരു വെളിപ്പെടുത്തലാണ് ദൃക്സാക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച സംഭവിച്ചത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപകടമുണ്ടായി, അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇതൊരു പാഠമാണ്, മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.